ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് ഫെഫ്കയിൽ നിന്നും ഭാഗ്യലക്ഷ്മി രാജിവെച്ചു. വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന സംഘടനയ്ക്കൊപ്പം നിൽക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. സൈഫുന്നിസയുടെ വിവരങ്ങളുമായി. സൈഫുന്നിസ, ഭാഗ്യലക്ഷ്മിയുടെ രാജി അത് വലിയ രീതിയിൽ ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യപ്പെടും. ഏത് നിലയ്ക്കാണ് കാര്യങ്ങൾ പുറത്തേക്കെത്തുന്നത്? പിന്നാലെ തന്നെ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ കൊച്ചിയിൽ വാർത്താ സമ്മേളനം വിളിക്കുകയും ദിലീപിനെ തിരിച്ചെടുക്കുന്ന കാര്യം ഡയറക്ടേഴ്സ് യൂണിയനുമായി ചർച്ച ചെയ്യുമെന്നും പറഞ്ഞിരുന്നു. ഇതിൽ ഒരു നിലപാട്, ഈ ഫെഫ്ക സംഘടനയുടെ ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു എന്ന് അറിയിച്ചിരിക്കുന്നത്. വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന സംഘടനയിൽ തുടരാൻ താല്പര്യമില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കുന്നത്. ദിലീപിനൊപ്പം തുടക്കം മുതലേ ദിലീപിനൊപ്പം നിൽക്കരുതെന്ന് സംഘടനയോട് പലതവണ പറഞ്ഞതാണ്. പക്ഷേ ദിലീപിനെ അനുകൂലിച്ച് യോഗം വിളിക്കുക വരെ ചെയ്തു നിലവിലെ ജനറൽ സെക്രട്ടറി. അതുകൊണ്ട് തന്നെ ആ നിലപാടിനോട് തനിക്ക് ഒരു രീതിയിലും അംഗീകരിച്ച് പോകാൻ കഴിയില്ല. ഇന്നലെ ദിലീപിനെ വെറുതെ വിട്ടതിന് പിന്നാലെ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനം സംഘടന എടുത്തിരിക്കുന്നു. ദിലീപിനൊപ്പം ഫെഫ്കയിൽ ചെന്നിരിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി ഇപ്പോൾ ഫെഫ്ക എന്ന് പറയുന്ന യൂണിയനിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. ഫെഫ്കയുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയനിലാണ് ഈ ഭാഗ്യലക്ഷ്മി അംഗമായിരിക്കുന്നത്. ഭാഗ്യലക്ഷ്മിയുടെ ഒരു പ്രതികരണം ഇത് സംബന്ധിച്ച ഉടൻ തന്നെ ലഭ്യമാകും. കാരണം ഭാഗ്യലക്ഷ്മി പാലക്കാടുള്ളത് അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളുമായി ഈ വിഷയത്തിൽ സംസാരിക്കുമെന്നാണ് ഭാഗ്യലക്ഷ്മി ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയാണ് ഫെഫ്ക സംഘടന എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ നടിയെ ആക്രമിച്ച കേസുണ്ടായ സംഭവ വികാസങ്ങൾ ഉണ്ടായി കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ മുതൽ ഈ അതിജീവിതയ്ക്കൊപ്പം ഉറച്ച നിലപാടെടുത്ത് നിന്നിരുന്ന ഒരു സ്ത്രീയാണ് ഭാഗ്യലക്ഷ്മി. ആ കാലയളവിൽ മുഴുവൻ ഇവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഭാഗ്യലക്ഷ്മി പറയുകയും ചെയ്തു. പക്ഷേ ഈ കഴിഞ്ഞ 7 വർഷവും അതിജീവിതയ്ക്കൊപ്പവും ഒപ്പം തന്നെ മഞ്ജു വാര്യർക്കൊപ്പവും ഉറച്ച നിലപാടെടുക്കുകയും ദിലീപിനെ ശക്തമായി വിമർശിക്കുകയും ദിലീപിൻ്റെയും കാവ്യയുടെയും ബന്ധങ്ങളെക്കുറിച്ചും അത് മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും ബന്ധങ്ങളിലുണ്ടായ വിള്ളലുകളെക്കുറിച്ചും ഒക്കെ തുറന്ന് സംസാരിക്കാൻ തയ്യാറായ ആളാണ്. വളരെ അടുത്ത് ഈ മഞ്ജു വാര്യർ ദിലീപിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ വിളിച്ചിട്ടാണ് പോയത്, തന്നോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യലക്ഷ്മി അതെല്ലാം തുറന്നു പറയുകയും ചെയ്തതാണ്. അങ്ങനെയെല്ലാം തുറന്നു പറയുകയും ഇക്കാലം അത്രയും അതിജീവിത സർക്കാർ അപ്പീൽ പോകുമെന്ന് സർക്കാർ തന്നെ നിലപാടെടുത്തിരിക്കുന്ന സമയത്ത് സംഘടന പെട്ടെന്ന് ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നടപടികൾ നടത്തുന്നതിരിക്കുകയും ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് തുറന്നു പറയുകയും ചെയ്തതിന്റെ ഒരു അമർഷം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു എന്ന കാര്യം അറിയിക്കുന്നത്. എന്തായാലും ദിലീപിനൊപ്പം ഫെഫ്കയുടെ യോഗത്തിൽ പോയി തനിക്ക് ഇരിക്കാനാകില്ല എന്ന് ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കിയിരിക്കുകയാണ്. സൈഫുന്നിസ, ഈ വിഷയം ഉണ്ടായ സമയം വിവിധ സംഘടനകളിൽ ഇത് സംബന്ധിച്ചുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുള്ളതാണ്. പലതിനെയും അടിച്ചമർത്തി വെക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ പല ഘട്ടത്തിലായി പുറത്തേക്ക് വന്നിട്ടുള്ളതുമാണ്. ഏറ്റവും ഒടുവിലായി ഈ നിലപാടെടുക്കുമ്പോൾ, ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നിലപാടെടുക്കുമ്പോൾ വീണ്ടും ഊർജ്ജസ്വലതയോടുകൂടി ഒരു നിലപാടെടുത്താണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കൂടുതൽ രാജികൾ മറ്റെവിടെ നിന്നെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കേണ്ട സാഹചര്യം കൂടി ഉണ്ടോ? ആ ഒരു ഊർജ്ജസ്വലത, ആ ഒരു ആർജവത്തോടു കൂടി കാര്യങ്ങളെ കാണാൻ മറ്റുള്ളവർ കൂടി സപ്പോർട്ടായിട്ട് വരുമെന്ന ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുമോ സൈഫുന്നിസ? നിലവിൽ സിനിമയിലെ ഒട്ടുമിക്ക സംഘടനകളിലും ദിലീപ് അംഗമായിരുന്നു. നേരത്തെ അമ്മയിൽ അംഗമായിരുന്നു. ഈ വിഷയമുണ്ടായി ദിലീപിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അമ്മ ദിലീപിനെ പുറത്താക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ദിലീപിനെ പുറത്താക്കിയിരുന്നു. പിന്നീട് ദിലീപ് ഒരു സിനിമ നിർമ്മിച്ചപ്പോൾ ആ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാത്രം താൽക്കാലികമായ ഒരു അംഗത്വമാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ദിലീപിന് നൽകിയത്. പക്ഷേ അതിനുശേഷം ഈ ഫിലിം ചേംബർ ദിലീപിനെ പുറത്താക്കിയിരുന്നില്ല. തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കിൽ ആജീവനാന്ത ചെയർമാനാണ് ദിലീപ്. അതായത് സിനിമാ സംഘടനകളിൽ ദിലീപ് ഇല്ല എന്ന് പറയുമ്പോൾ പോലും ദിലീപ് എല്ലാ സ്ഥലങ്ങളിലും ഇല്ലാതാകുന്നില്ല. ഉണ്ടാകേണ്ട സ്ഥലങ്ങളിലെല്ലാം കൃത്യമായി ദിലീപ് ആ പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ അമ്മയിൽ നിന്ന് മാത്രമാണ് ദിലീപ് വിട്ടുനിൽക്കുന്നത്. തിയേറ്റർ ഉടമകളുടെ സംഘടനയിൽ നിന്നോ ഫിലിം ചേംബറിൽ നിന്നോ ഒന്നും ദിലീപ് വിട്ടുനിന്നിട്ടില്ല. ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പ്രസിഡന്റ് ഇന്നലെ ബി രാഗേഷ് ഈ സംഭവങ്ങൾ ഉണ്ടായി തൊട്ട് പിന്നാലെ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തു. ഉടനെ തന്നെ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നടപടികൾ തുടങ്ങും എന്നുള്ളത്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിരുന്നു. പക്ഷേ ഔദ്യോഗികമായ ഒരു പ്രതികരണം അമ്മയുടെ ഭാഗത്ത് ഉണ്ടായില്ലെങ്കിൽ പോലും അമ്മയുടെ വൈസ് പ്രസിഡന്റായ ലക്ഷ്മിപ്രിയ കൃത്യമായി താൻ എന്നും ദിലീപിനൊപ്പമായിരുന്നു. ഈ മറ്റു കാര്യങ്ങൾ, ഔദ്യോഗിക കാര്യങ്ങൾ സംഘടന ഒരുമിച്ചെടുത്ത് തീരുമാനിക്കും, ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നായിരുന്നു ഇന്നലെ ലക്ഷ്മിപ്രിയ പറഞ്ഞത്. പക്ഷേ ഏറ്റവും പറയേണ്ട ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണന്റേത് തന്നെയായിരുന്നു. കാരണം ഇന്നലെ
കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ 12 മണിക്ക് വാർത്താ സമ്മേളനം വിളിക്കുമെന്നുള്ളത് ബി ഉണ്ണികൃഷ്ണൻ അറിയിച്ചിരുന്നതാണ്. ബി ഉണ്ണികൃഷ്ണൻ ആ രീതിയിൽ തന്നെ മാധ്യമങ്ങളെ 12 മണിക്ക് കൃത്യം കാണുകയും ചെയ്തു. 11 മണിക്ക് വിധി വന്ന് 12 മണിക്ക് മാധ്യമങ്ങളെ കാണുകയും ദിലീപിനെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ചർച്ച നടക്കും എന്നുള്ളതുമൊക്കെ പറഞ്ഞിരുന്നതാണ്. ദിലീപിനൊപ്പമുള്ളൊരു നിലപാട് തന്നെയായിരുന്നു ബി ഉണ്ണികൃഷ്ണൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അടക്കം ഉന്നയിച്ചത്. അങ്ങനെ നിലപാടെടുത്തവർക്കൊക്കെ ഇനി അനുകൂലമായി സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെയാണല്ലോ ഇപ്പോൾ പോകുന്നത്. അങ്ങനെ ഒരു വിധി വരുമ്പോഴാണല്ലോ ഇത്തരം എല്ലാവരും അനുകൂലമായി നിന്ന് തന്നെ കാര്യങ്ങളെ സംസാരിക്കുന്നു. ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ തന്നെ നടക്കുന്നു. ആദ്യ മണിക്കൂറിൽ തന്നെ അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായൊക്കെ മാറുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഈ നിലയ്ക്കൊരു രാജി കൂടി വരുമ്പോൾ അതേത് നിലയ്ക്ക് ഇനി അങ്ങോട്ട് ഇതിന്റെ ഉള്ളറകളിലെ പ്രശ്നങ്ങളെ കൂടുതൽ വലുതാക്കാനുള്ള സാഹചര്യം ഉണ്ട് സൈഫുനിസ? ഇതിനകത്ത് മുമ്പ് തന്നെ ഒരു പ്രതിപക്ഷമായി പലരും നിന്നുകൊണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ആൾ തന്നെയാണ് ഭാഗ്യലക്ഷ്മി അടക്കം പൊതുമധ്യത്തിൽ വന്ന ഇക്കാര്യങ്ങളെയൊക്കെ വലിയ രീതിയിൽ തുറന്നു പറഞ്ഞ വ്യക്തിത്വമാണ്. അപ്പോൾ ആ നിലയ്ക്ക് കാര്യങ്ങൾ ഇനി അങ്ങോട്ട് രാജിയിലൂടെ കാര്യങ്ങളെ കൺവേ ചെയ്യുമ്പോൾ ഇനി ഏത് നിലയ്ക്ക് ഈ സംഘടനയിലെ പ്രശ്നങ്ങൾ കൂടുതൽ ഇത് വിപുലീകരിക്കാനുള്ള സാഹചര്യമുണ്ട്? അത് ഒരിക്കലും ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഇത് നയിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ നമുക്ക്? ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഫെഫ്ക എന്ന് പറയുന്ന ഒരു സംഘടനയുടെ വനിതാ അംഗങ്ങളിൽ ഏറ്റവും മുതിർന്ന ഒരാളാണ് ഭാഗ്യലക്ഷ്മി. തുടക്കം മുതലേ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാരവാഹിത്വം ഒക്കെ അടക്കം ഉണ്ടായിരുന്ന ആളുമാണ് ഭാഗ്യലക്ഷ്മി. പക്ഷേ ഈ നടിയെ ആക്രമിച്ച കേസ് ഉണ്ടാവുകയും അതിൽ ദിലീപ് അറസ്റ്റിലാവുകയും ചെയ്തതിന് പിന്നാലെ തന്നെ ദിലീപിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും ദിലീപിൻ്റെ ഇടപെടലുകളെ വിമർശിച്ചുകൊണ്ടും ദിലീപിനെ കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടും ഒക്കെ തന്നെ ഭാഗ്യലക്ഷ്മി വാർത്തയിൽ എല്ലാ കാലത്തും ഇടം പിടിച്ചിട്ടുണ്ട്. അതിജീവിതയ്ക്കൊപ്പവും ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ആദ്യം ഒരു തുറന്നു നിലപാടെടുത്ത മഞ്ജു വാര്യർക്കൊപ്പം ഒക്കെ തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് അവർക്കൊപ്പമാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ഭാഗ്യലക്ഷ്മി നിലപാടെടുത്തയാളാണ്. സംഘടനയ്ക്കുള്ളിൽ തന്നെ ദിലീപിനെ പുറത്താക്കാനും ദിലീപിനെതിരെ നടപടിയെടുക്കാനും സമ്മർദ്ദം ചെലുത്തിയ ആളുമാണ് ഭാഗ്യലക്ഷ്മി. പക്ഷേ ഈ അതേ ആൾക്ക് തന്നെ ഇപ്പോൾ അവരോട് പോലും കൂടിയാലോചിക്കാതെ പെട്ടെന്ന് ഒരു തീരുമാനം ഇന്നലെ വിധി ഉണ്ടായ ശേഷം ജനറൽ സെക്രട്ടറി സ്വമേധയാ ഒരു തീരുമാനം മറ്റുള്ളവരുമായി ആലോചിച്ച് ദിലീപിനെ തിരിച്ചെടുക്കുന്ന കാര്യം ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് സംഘടനയ്ക്കുള്ളിൽ കൃത്യമായ ചർച്ചകളില്ലാതെ സംഘടനയിലെ അംഗങ്ങളുടെ വിയോജിപ്പ് പരസ്യമായിരിക്കെ എന്തിനാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നുള്ള അതിർത്തി പരസ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഭാഗ്യലക്ഷ്മി ഇപ്പോൾ ആ സംഘടനയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. ഫെഫ്റ്റയുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയനിൽ നിന്ന് ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരിക്കുകയാണ്. ഇനി ആ സംഘടനയുമായി സഹകരിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിൽ ഇനി ബി ഉണ്ണികൃഷ്ണൻ മറുപടി പറയേണ്ടി വരും. ഫെഫ്കയിലെ മറ്റുള്ള സിബിമലയിൽ അടക്കമുള്ള അതിൻ്റെ പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ വിഷയത്തിൽ ഇനി മറുപടി പറയേണ്ടി വരും. കാരണം ഒരു സംഘടനയിൽ നിന്ന് ആ സംഘടനയിൽ ഒരു കുറ്റാരോപിതനായ ആളെ പിന്നീട് കോടതി വെറുതെ വിട്ട് മിനിറ്റുകൾക്കകം തിരിച്ചെടുക്കാനുള്ള നടപടി എടുക്കുന്നുവെന്ന് തുറന്ന നിലപാടെടുത്ത സംഘടനയിൽ നിന്ന് അതിലെ ഒരു വനിതാ അംഗം തന്നെ, മുതിർന്ന വനിതാ അംഗം തന്നെ ആ നിലപാടിനോട് വിയോജിച്ചുകൊണ്ട് രാജിവെച്ച് ഇറങ്ങുമ്പോൾ ഇനി എന്താണ് ഈ രാജിവെച്ച് ഇറങ്ങിയ ആളെ വിശ്വാസമർപ്പിച്ച് ഇല്ലെങ്കിൽ അവരെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങളാണോ നടത്തുക? അതല്ലെങ്കിൽ ഇപ്പോൾ കോടതി കുറ്റമുക്തനാക്കി എന്ന് പറയുന്ന ദിലീപിനെ? തീർച്ചയായും സൈഫുനിസ, ഒരു നിമിഷം ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണമുണ്ട്, അതിലേക്ക്. ശ്രീമാൻ അടൂർ പ്രകാശ്, UDF കൺവീനർ, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കേട്ടിരുന്നു. അതിജീവിതയുടെ കേസിന് സർക്കാർ അപ്പീൽ പോകുന്നത് സർക്കാരിന് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് എന്ന്. സാറേ, ഇത് തന്നെയാണ് സാറേ സർക്കാർ ചെയ്യേണ്ടത്. ഒരു അതിജീവിതയ്ക്കൊപ്പം പോവുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ കടമയാണ്. സർക്കാർ അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് താങ്കളുടെ ഈ പ്രസ്താവനയിൽ കൂടി താങ്കൾ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. അതായത് ഞങ്ങളുടെ പാർട്ടി ഭരണത്തിൽ വന്നാൽ ഞങ്ങൾ ഒരിക്കലും അതിജീവിതമാരോടൊപ്പം നിൽക്കില്ല, ഞങ്ങൾ വേട്ടക്കാരോടൊപ്പം മാത്രമേ നിൽക്കുള്ളൂ എന്ന് താങ്കൾ ഉറപ്പിച്ചു പറയുകയാണ്. താങ്കൾ ഒരു കാര്യം മറന്നു പോകുന്നു. താങ്കളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന അന്തരിച്ച PT തോമസ്, അദ്ദേഹം കൊടുത്ത ഒരു ധൈര്യത്തിലാണ് ആ അർദ്ധരാത്രി ഈ ദാരുണമായ സംഭവത്തിന് ശേഷം അവൾ പകച്ചു നിന്നപ്പോ ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചത്. ആ പാർട്ടിയിൽ ഉള്ള അതേ താങ്കൾ, അതും വെറുമൊരു അംഗമല്ല,
താങ്കൾ ഒരു കൺവീനറാണ്, UDFന്റെ കൺവീനറാണ്. ആ കൺവീനറായ താങ്കൾ പറയുന്നു സർക്കാരിന് വേറെ പണിയില്ല, അതുകൊണ്ടാണ് അപ്പീൽ പോകുന്നത് എന്ന്. മാത്രമല്ല താങ്കൾ മറ്റൊരു കാര്യം കൂടി താങ്കളുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. താങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ്, അല്ലെങ്കിൽ ഈ കുറ്റാരോപിതൻ. ഇന്നലെ താൽക്കാലികമായി കീഴ്ക്കോടതിയിൽ നിന്ന് പല രീതിയിലും തന്റെ സ്വാധീനവും തന്റെ പണവും ഉപയോഗിച്ച് താൽക്കാലികമായി രക്ഷപ്പെട്ട ആ വ്യക്തി താങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. മാനസികമായും അല്ലാതെയും താങ്കൾക്ക് അദ്ദേഹവുമായി വളരെ അടുപ്പമുണ്ടെന്ന് താങ്കൾ തന്നെ പറയുന്നു. താങ്കൾക്ക് അതിജീവിതയൊന്നും അറിയില്ല. താങ്കൾക്ക് അതിജീവിതമാരെന്താണ് അനുഭവിക്കുന്നതെന്ന് താങ്കൾക്ക് അറിയില്ല സർ. അതറിയണമെങ്കിൽ നമുക്ക് പെൺമക്കളോട് ഒരല്പമെങ്കിലും സ്നേഹമുണ്ടാകണം. UDF കൺവീനറുടെ പ്രതികരണത്തിലുള്ള ഒരു അതിരൂക്ഷമായിട്ടുള്ള വിമർശനം കൂടി ഉന്നയിക്കുകയാണ് ഭാഗ്യലക്ഷ്മി.